Karakama Zandala Rehedeli. ഇതേത് ഭാഷ? Zaira Mahatolagaragadal Kamana Hamza Pramanagadagadadia Zahara Hazakatele me Zandala Roboria Samarahatalago Zamra Dekene. ഇതൊക്കെ ഏത് ഭാഷ? ഞാൻ എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിനിടയിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ഭാഷയായിപ്പോയത്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഇപ്പോഴും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഈ ഭാഷ റിയലി ഒരു ഭാഷയാണെന്നാണ്. ആക്ച്വലി ഈ ഭാഷയ്ക്ക് ശാസ്ത്രം കൊടുത്തിരിക്കുന്ന പേരാണ് ഗ്ലോസോലാലിയ. ഗ്ലോസോലാലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായി കേട്ടുപഴകിയ വാക്കുകൾ, ഭാഷകൾ, സിനിമകളിൽ വരുന്ന ഡയലോഗുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഉണ്ടായ ഓർമ്മകൾ നമ്മുടെ തലച്ചോറിൽ ഫീഡായിട്ട് വെക്കും. ആ മെമ്മറിയിൽ നിന്ന് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ അധികം ഡോപ്പമിൻ ബൂസ്റ്റ് ആകുമ്പോൾ, ട്രിഗർ ആകുമ്പോൾ, പ്രത്യേകിച്ച് ആരാധന പോലുള്ള കാര്യങ്ങൾ ഇവർ നടത്തുമ്പോൾ, കൈയടിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് ഡോപ്പമിൻ റിലീസ് ആവുകയും ഇവരുടെ തലച്ചോറിനകത്ത് കൺഫ്യൂസ് ആയി കിടക്കുന്ന കുറേ വാക്കുകളെല്ലാം കൂടെ അറിയാതെ വായിന്ന് പുറത്തു വരും. പിച്ചും പെയ്യുന്നു നമ്മൾ പറയും. ഈ സാധനമാണ് ഇവരെടുത്തിട്ട് അന്യഭാഷ, ദൈവത്തിന്റെ ഭാഷ എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന്റെ ഭാഷയാണെന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തെ എല്ലാ ആളുകളും പറയുന്ന അന്യഭാഷകൾ സെയിമായിരിക്കണം. ഈ ദൈവത്തിന് ഇവിടെ ഒരു ഭാഷ, ദൈവത്തിന് അവിടെ ഒരു ഭാഷ ആവാൻ പാടില്ല. ഒരു സ്റ്റഡീസ് അനുസരിച്ച് ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകളുടെ അന്യഭാഷ പ്രത്യേകിച്ചും വ്യത്യാസമാണ്. തമിഴ്, തെലുഗു, കന്നഡ, മറാഠി, ഹിന്ദി, ഉറുദു, അങ്ങനെ ഒരുപാട് ഭാഷകളുള്ള നമ്മുടെ ഇന്ത്യയിൽ അത് കേട്ടു വളർന്ന ക്രിസ്ത്യൻസിന് ആ ഭാഷയിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ വഴി ആണ് ഇവിടുത്തെ ആളുകളുള്ള അന്യഭാഷകൾ. അതുപോലെ തന്നെ ഫിലിപ്പീൻസിലോ US ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ ഭാഷ എന്ന് പറയുന്നത് അവർ കേട്ടിട്ടുള്ള ഭാഷകളായിരിക്കും. അതിനകത്ത് അറബി, തമിഴ്, അങ്ങനത്തെ ഉറുദു അതൊന്നും ഉണ്ടാവില്ല. അവർ കേട്ടു പഴകിയ ഭാഷകൾ മാത്രമായിരിക്കും. അപ്പോൾ ഈ ഭാഷയെ നിങ്ങൾ ഇപ്പോഴും ദൈവിക ഭാഷയായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാസ്തികനായ ക്രിസ്തു എന്ന പേരിൽ ഞാൻ പറയുന്നു, യു ആർ റോങ്. അപ്പോൾ മറ്റൊരു കൂട്ടായ്മയിൽ കാണാം. നാസ്തികനായ ക്രിസ്തു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.